ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകിയ സ്വർണ്ണപ്പാളി കവർച്ചയെ രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനുള്ള നീക്കങ്ങളുമായി യുഡിഎഫ് നേതൃത്വം. ഹൈന്ദവ വികാരം ബിജെപിക്ക് അനുകൂലമായി മാറാതിരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാനും യുഡിഎഫ് നീക്കം. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും മൊഴികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ സിപിഎം നേതൃത്വം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ അപ്രതീക്ഷിതാഘാതത്തിന് അടിസ്ഥാന കാരണം സ്വർണ്ണപ്പാളി കവർച്ചയും തുടർ സംഭവ വികാസങ്ങളുമാണെന്ന വിലയിരുത്തലിൽ യുഡിഎഫ് നേതൃത്വം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ വിഷയം തുടർ ചർച്ചകളാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് യുഡിഎഫ് നേതൃത്വം ആവിഷ്കരിക്കുന്നത്. ശബരിമല വിശ്വാസികളുടെ പിന്തുണ പരമാവധി നേടിയെടുക്കാനും അതുവഴി പുതിയൊരു വോട്ട് ബാങ്ക് കൂടി രൂപീകരിക്കാനുമുള്ള നീക്കവുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള സംഭവ വികാസങ്ങളിൽ ഇടപെട്ട് ബിജെപി രാഷ്ട്രീയ നേട്ടം കൈവരിക്കുന്നത് തടയുക എന്ന ലക്ഷ്യം കൂടി യുഡിഎഫ് ഇതിൽ കാണുന്നുമുണ്ട്. അതിന്റെ ആദ്യപടിയായി പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും സജീവ ചർച്ചയാക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ യുഡിഎഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായാണ് പാർലമെന്റ് കവാടത്തിൽ കേരളത്തിലെ യുഡിഎഫ് എംപിമാർ ധർണ നടത്തിയത്. കേരളത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ തടസ്സങ്ങളുണ്ടെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ആന്റണിയാണ് ഡൽഹിയിലെ പ്രതിഷേധ പ്രചരണങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. പോറ്റിയെ കേറ്റിയെ, സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് തുടങ്ങുന്ന വൈറൽ പാരഡി ഗാനത്തിന് പ്രാധാന്യം നൽകി സംസ്ഥാനത്തുടനീളം യുഡിഎഫ് നേതൃത്വം പ്രചരിപ്പിക്കുന്നത് ഹൈന്ദവ മനസ്സിന്റെ പൊതുവികാരം തിരിച്ചറിഞ്ഞു തന്നെയാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തുന്നത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഇതിനുവേണ്ടി SIT കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇവരെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ തരണമെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് കോടതി ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്ക് എന്താണെന്നും ആരൊക്കെയാണ് ഉന്നതർ എന്ന് സ്ഥിരീകരിക്കാനുമാണ് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT തയ്യാറെടുക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒട്ടേറെ ഉന്നതരുടെ പങ്ക് ഇനിയും പുറത്തു വരാനുണ്ടെന്നും അത് പുറത്തു വന്നാൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന പൊതുവിലയിരുത്തലാണ് ഉള്ളത്. ഇപ്പോൾ അറസ്റ്റിലുള്ള വാസുവിനെയും പത്മകുമാറിനെയും കൂടാതെ പലരുടെയും പേരുകൾ പുറത്തു വരാനുണ്ടെന്ന് സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും നൽകുന്ന മൊഴികൾക്ക് അത്യധികം പ്രാധാന്യമുണ്ട്. CPM നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നതും ഈ വസ്തുതകൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ ആരോപണ വിധേയരെ വഴിവിട്ട് സംരക്ഷിക്കുകയാണ് CPM നേതൃത്വം ചെയ്യുന്നതെന്ന പൊതുവികാരം നിലനിൽക്കുന്നുണ്ട്. ആരോപണ വിധേയനായ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്നത് വലിയ തിരിച്ചടിയായി എന്ന വിലയിരുത്തലാണ് CPM നേതൃത്വത്തിനും ഉള്ളത്. പത്മകുമാറിനെതിരെ കർക്കശ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപത്തിൽ നിന്ന് CPMന് കുറച്ചെങ്കിലും മുഖം രക്ഷിക്കാമായിരുന്നു. തെക്കൻ ജില്ലകളിലേറ്റ കനത്ത ആഘാതത്തിന് ഇതാണ് പ്രധാന കാരണമെന്ന വികാരം ഇടതുമുന്നണിയിലും ശക്തമാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ സ്വർണ്ണപ്പാളി കവർച്ചയിൽ മുങ്ങിപ്പോയി എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെയും വിലയിരുത്തൽ. അതിനിടയിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവാദമൊഴികൾ നൽകിയാൽ സംസ്ഥാന സർക്കാരിന് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. UDFനും BJPക്കും ഗുണകരമാകുന്ന വിധത്തിലുള്ള മൊഴികൾ ഉണ്ടാകുമോ എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ ഇപ്പോൾ ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത്.